അനുമോള് വിജയിച്ചതിനെ പറ്റി എന്താ പറയുക? ശരിക്കും അനുമോളായിട്ട് ഇഷ്ടമുണ്ടോ? അതാണോ ബിഗ് ബോസ് കഴിഞ്ഞു, സംസാരിക്കാം. ശരി 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 ശരി. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അനുമോളോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? അല്ല, ഇപ്പോ അങ്ങനൊരു കാര്യം ഇല്ല. കാരണം അത് കഴിഞ്ഞു. ഇനി അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പൊ അത് ഫുൾ സ്റ്റോപ്പ്. അതെ. ഈ പരിപാടിയുടെ പേരെന്താ? ലൈൻ കട്ട്. കട്ട് ചെയ്തു അല്ല പിന്നെ. അപ്പോ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇപ്പോ ഹൗസിലുള്ള എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. ഈ ഒരു വീഡിയോയില് മാധ്യമങ്ങൾ ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. നിങ്ങളെല്ലാം കേട്ടല്ലോ. അനുമോളെ ഇഷ്ടമുണ്ടോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. പുള്ളിക്കാരൻ ചെയ്തത് എന്താണ്? തന്റെ ഇഷ്ടം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ അനുവിനോട് ചോദിക്കുകയും ചെയ്തു. അനു അത് നോ പറഞ്ഞതിന് ശേഷം ആ പുള്ളിക്കാരൻ അത് കളഞ്ഞു. കാരണം ഒരാൾ നോ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ പിറകെ താങ്ങി തൂങ്ങി പോകേണ്ട ആവശ്യമില്ലല്ലോ. അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമല്ല നമ്മുടെ അനീഷ് എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ മുന്നിലാണ് ഇപ്പോൾ ഈ ഒരു കൂതറ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കേട്ടല്ലേ. അപ്പൊ എന്തായാലും ഇതിനിടയിൽ പോസിറ്റീവ് കമന്റ്സും ഉണ്ട്, നെഗറ്റീവ് കമന്റ്സും ഉണ്ട്. നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ പിന്നെ ഒന്നുമില്ലല്ലോ. ഇയാൾക്ക് അഹങ്കാരമാണ്, ഇയാളുടെ വായിൽ എന്താ തിരികെ വെച്ചിരിക്കുകയാണോ എന്നൊക്കെയുള്ള കുറെ ഡയലോഗുകൾ തന്നെയാണ് ഇതിന്റെ താഴെ വന്ന കമന്റ്സുകള്. നമുക്കറിയാം, ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ അനീഷ് വന്ന സമയത്ത് ആ ഒരു തുടക്കകാലത്തൊക്കെ നോക്കുവാണെങ്കിൽ ബിഗ് ബോസിനകത്ത് ആരോടും അങ്ങനെ സംസാരിക്കാനൊന്നും നിന്നിട്ടില്ല. പിന്നെ പയ്യാണ് എല്ലാവരോടും ഒന്ന് സംസാരിച്ചു തുടങ്ങിയത് തന്നെ. അത് മാത്രമല്ല, പുള്ളി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇൻട്രോവേർട്ട് ആണ് എന്നുള്ള കാര്യം BB ഹൗസിൽ തന്നെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ വന്ന് നിന്ന് അതിന്റെ ഒരു പരിചയമൊന്നും പുള്ളിക്കാരനില്ല. പരിചയമില്ലാത്ത ഒരു പരിപാടിയാണ് ഇപ്പൊ ഈ ഒരു കാര്യം. കാരണം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് റണ്ണറപ്പ് ആയിട്ടാണ് നമ്മുടെ അനീഷ് പുറത്ത് വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഇന്നും വിന്നർ എന്ന് പറയുന്നത് അനീഷ് മാത്രമാണ്. അപ്പം 10-20 മൈക്കും വെച്ചോണ്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വരുമ്പോൾ ശരിക്കും ഒരു നാട്ടിൻ പുറത്തുകാരനായ ആ മനുഷ്യനെ അയാൾ ഇത്രയും നാളും ഇങ്ങനെയുള്ള ഒരു സംഭവം ഒരിക്കലും അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കില്ല. ഇത്തരത്തിലുള്ള ഒരാളുടെ അടുത്തേക്കാണ് ഈ ഒരു ക്യാമറയും കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അനുമോളുമായിട്ടുള്ള ഒരു വിളിയുണ്ടോ, അല്ലെങ്കിൽ അനുമോളെ ഇഷ്ടമാണോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതെനിക്ക് അറിയില്ല. സുപ്രഭാതം ബിഗ് ബോസ്. ഇപ്പം അനുമോളുടെ കേസ് എടുത്ത് പറയണമെങ്കിൽ അനുമോൾക്ക് ഇതൊക്കെ ശീലമാണ്. കാരണം അനുമോള് 10-20 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളാണ്. ക്യാമറ എന്ന് പറയുന്നത് അനുമോൾക്ക് ഒരു പുത്തരിയൊന്നുമല്ല. പിന്നെ അനീഷ് ഇവിടെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് പണി അനീഷിന് തന്നെയാണ്. പുള്ളിക്ക് അത് നന്നായിട്ട് വ്യക്തമായിട്ട് തന്നെ അറിയാം. എന്നാലും BB ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നമ്മുടെ അനീഷ് ആദ്യം പോകുന്നത് ഷാനവാസിന്റെ അടുത്തേക്കാണ്. കാരണം ആ ഷാനവാസിനുള്ള ഒരു സ്നേഹം നമ്മൾ BB ഹൗസിൽ വെച്ച് കണ്ടതാണ്. ഇതെല്ലാം ആ ഒരു ക്ലിപ്പും കൂടി നമുക്ക് കണ്ടു നോക്കാം. വെൽക്കം അനീഷ് ചേട്ടാ, വെൽക്കം. ഫോൺ അനീഷേട്ടാ അനീഷേട്ടാ കണ്ട വളരെ സന്തോഷത്തോടെ തന്നെ ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നു, എടുക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നമ്മുടെ അനീഷ് കേട്ട ഒരു കാര്യം നമുക്കറിയാം, അനുമോളുമായിട്ടുള്ള ആ ഒരു റിലേഷൻ തന്നെയാണ്. അത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഏഷ്യാനെറ്റിലെ ഒരു ഇന്റർവ്യൂയിലൂടെ തന്നെ ആദ്യത്തെ പ്രതികരണത്തിലൂടെ അത് സംസാരിക്കുകയും ചെയ്തിരുന്നു. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. ആരുമായിട്ടും അങ്ങനെ വലിയ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലാത്താണ്. മനസ്സ് കല്ല് പോലെ ആയിരുന്നു എന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. അല്ല, ഇപ്പോ അങ്ങനൊരു കാര്യം ഇല്ല. കാരണം അത് കഴിഞ്ഞു. ഇനി അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പൊ അത് ഫുൾ സ്റ്റോപ്പ്. അതെ. ഈ പരിപാടിയുടെ പേരെന്താ? ലൈൻ കട്ട്. കട്ട് ചെയ്തു അല്ല പിന്നെ. അപ്പോ ആ ഒരു കാര്യം കഴിഞ്ഞു. ഇപ്പോ ഹൗസിലുള്ള എല്ലാവരും എന്റെ സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്. ഈ വിരോധം പറഞ്ഞിട്ട് അനീഷാണ് പോയി പ്രപ്പോസ് ചെയ്തത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ സ്ത്രീകളോട് ഇത്രയും ഇഷ്ടമല്ലാത്ത അനീഷ് ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത്? അത് ആക്ച്വലി നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുമ്പോൾ ഇത്രയും നാളായിട്ട് ബിഗ് ബോസിൽ നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു
ഒരു തിരിച്ചറിവിന്റെ ഒരു മാറ്റത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഷാനവാസിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയം കല്ലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് പലപ്പോഴും എന്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു കല്ലായി മാറിയ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഒരു സൗഹൃദം, ഷാനവാസായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് വരുന്നു. അപ്പം കുറച്ചും കൂടെ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ മെൽറ്റായി തോന്നുന്നു. എനിക്ക് ഞാനൊരു കോളേജ് ലൈഫിലേക്ക് തിരിച്ചു പോയിട്ടുള്ള ഒരു അവസ്ഥ. എന്തായാലും നമ്മുടെ അനീഷ് എടുത്ത് പറയുന്നുണ്ട്, ഇതൊരു ലവ് സ്ട്രാറ്റജി ഒന്നുമില്ല, സീരിയസ് ആയിട്ട് ഉള്ളിൽ നിന്നുണ്ടായത് ഒരു സ്നേഹം തന്നെയാണ്. എസ് പറയും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മുടെ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തത്. പക്ഷേ നനച്ചിരിക്കാത്ത, ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ അനീഷ് ഒരു BB ഹൗസിലേക്ക് ഇറങ്ങിയപ്പോൾ പഴയ ആ കോളേജ് കാലഘട്ടത്തിലേക്കാണ് പോയത്. ശരിക്കും അവിടെ സൗഹൃദം, പ്രണയം, പിന്നെ വഴക്ക്, അതെല്ലാം കൂടി ആ ഒരു BB ഹൗസിൽ വെച്ച് എല്ലാവരും എൻജോയ് ചെയ്തതാണ്. ശരിക്കും അതാണ് അനീഷിന് അവിടെ സംഭവിച്ചത്. നല്ല സുഹൃത്തുക്കളെ കിട്ടി, വഴക്കുമുണ്ടായി. അതിലുപരി അനുമോളുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം കാര്യങ്ങൾ കണ്ടപ്പോൾ ആ ഒരു പ്രണയം അവിടെ ഉണർന്നു. നമ്മള് അങ്ങനെ പോകെ പോകെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. അപ്പൊ എനിക്ക് കുറച്ച് ഇന്ററാക്ട് ചെയ്തപ്പോൾ അലിഞ്ഞു. അതെ, അലിഞ്ഞു എന്നതിനേക്കാൾ ഉപരി എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നി. അതെ അതെ. അനീഷ് പോയിട്ട് അനുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ യു ആർ കംപ്ലീറ്റ്ലി ജെന്യുവിൻ അല്ലേ? മനസ്സറിഞ്ഞ, അല്ലാതെ സ്ട്രാറ്റജി ഒന്നും അല്ലല്ലോ, തീർച്ചയായിട്ടും പ്ലാനും അല്ല. അപ്പൊ അനീഷിന് എന്തുത്തരാ തിരിച്ചു പ്രതീക്ഷിച്ചു? ഞാൻ പറഞ്ഞല്ലോ, അതൊരു ജെന്യുവിൻ ആയിട്ടുള്ള ഒരു പറച്ചിലായിരുന്നു, അല്ലെങ്കിൽ ചോദിക്കലായിരുന്നു. ഓക്കെ, ഞാനൊരു യെസ് കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്, യെസ് കേൾക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ. ഒന്ന് ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ റിയൽ ലൈഫിൽ പോയിട്ട് ഒരാളോട് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ യെസ് കേൾക്കുന്ന ഉറപ്പുണ്ടാവുന്ന മൊമെന്റിൽ തന്നെയാണല്ലോ നമ്മൾ പോയി പ്രപ്പോസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ആരും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു വൈബ് അനീഷിന് കിട്ടിയിരുന്നു? കിട്ടിയിരുന്നു. അതാ പറഞ്ഞ, എനിക്ക് ഫീൽ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചതല്ലല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിൽ തോന്നി. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്തായിരുന്നു? നിങ്ങൾ ആ പോയിന്റിൽ അതവിടെ വിട്ടു എന്നുള്ളതാണ്. അല്ലാതെ പിന്നെയും പോയിട്ട് അത് കൺവിൻസ് ചെയ്യാനോ പിന്നെയും മെൽറ്റ് ചെയ്യാനോ അതിന് ഇറ്റ്സ് ലൈക്ക് സമ്മതിച്ചായിരുന്നു. താങ്ക് യു സോ മച്ച്. അല്ല, ഒരാള് നോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതില് ആ ഒരു കാര്യം അവിടെ തീർന്നു. പിന്നെ അത് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അത് കഴിഞ്ഞു. അത് വളരെ മെച്ചോർഡായിട്ട്. ശരിക്കും അനുമോളുടെ ഭാഗത്ത് നിന്ന് പ്രണയത്തിന്റെ സൂചനകൾ ലഭിച്ചപ്പം പിന്നെ മറ്റുള്ളവർ, പ്രത്യേകിച്ച് ഷാനവാസ്, അതിന്റെ ആ ഒരു പെർഫോമൻസ് കൂടി കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന് അതൊരു പഴയ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുപോയതാണ് സത്യം. അതായത് ചെറുപ്പത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അതാണ് ആ ഒരു പ്രണയം എന്ന് പറയുന്നത്. എന്തായാലും അനുമോൾ അവിടെ നോ പറഞ്ഞ സ്ഥലത്ത് പിന്നെ പുള്ളിക്കാരൻ അവിടെ തിരിഞ്ഞു നോക്കില്ല. കാരണം വളരെ മെച്യൂർ ആയിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് അനീഷ് പറഞ്ഞത്. ഇനി അതായത് അവിടെ ഒരാൾ വേണ്ട, പിന്നെ അതിന്റെ പിറകെ നമ്മൾ പോവേണ്ട ആവശ്യമില്ലല്ലോ, അത് അത്തരത്തിൽ അങ്ങനെ വേണ്ട. ഓൾറെഡി അനുമോളോടും ഇതേ ക്വസ്റ്റ്യൻസ് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു BB ഹൗസിൽ നിന്ന് പുറത്തു വന്നപ്പോൾ. അനുമോൾ പറഞ്ഞത് ഇല്ല, എനിക്ക് അനീഷിനെ അങ്ങനെ കാണാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞതും. പിന്നെ എത്തരത്തിലുള്ള ആളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു മനുഷ്യനായിരിക്കണം, കെയറിങ് ഉള്ള ആളായിരിക്കണം, പിന്നെ സൗന്ദര്യം അതൊന്നും നോക്കുന്നില്ല, ബാക്കി എന്താ വെച്ചാൽ പറയണേ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ക്വാളിറ്റീസ് എല്ലാം ഈ അനീഷിന് ഇല്ലായിരുന്ന. പിന്നെ നമുക്കത് പറയല, അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്. അവരാണ് ചിന്തിക്കുന്നത് ആരെ കെട്ടണം ആരെ കെട്ടണ്ട എന്നുള്ളത്. അതൊക്കെ അവരുടെ ചോയ്സ് ആണ്. പിന്നെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ വളരെ സൂക്ഷിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇതുപോലെയുള്ള ഓരോരുത്തരും കുത്തിപ്പൊക്കി എടുത്തോണ്ട് വരും. എന്തായാലും വിന്നർ നമ്മുടെ അനുമോൾ ആയെങ്കിലും ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയത് അനീഷ് ആയിരുന്നു. കോമണറായിട്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ പ്രവേശിച്ച അനീഷ് 100 ദിവസം പൂർത്തിയാക്കിയിട്ട് ഫസ്റ്റ് റണ്ണറപ്പ് ആയാണ് ഷോയിൽ നിന്ന് പുറത്തിറങ്ങിയത്. ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവമായിരുന്നു ഒരു കോമണർ ടോപ്പ് 5 എത്തുന്നതും റണ്ണറപ്പ് ആകുന്നതുമെല്ലാം. സർക്കാർ ജീവനക്കാരനായ അനീഷ് 5 വർഷത്തെ ലോങ് ലീവ് എടുത്തിട്ടാണ് ഈ ഒരു ഷോയിൽ വന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേപ്പറ്റി അന്നു മുതൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിരുന്നു. ബിഗ് ബോസിൽ മത്സരിക്കാനാണ് അനീഷ് ജോലിയിൽ നിന്ന് ലീവ് എടുത്തത് എന്നായിരുന്നു കൂടുതലും ചർച്ചകൾ വന്നത്. എന്നാൽ ബിഗ് ബോസിന് ശേഷം അനീഷ് തന്നെ ഇതേക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്. ഞാൻ ശരിക്കും 5 വർഷത്തെ ലീവ് എടുക്കുന്നത് വിദേശത്തേക്ക് പോകാനായിരുന്നു. വിദേശത്ത് ഒരു ബെറ്റർ ജോബ് അവസരം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം സെറ്റായിരുന്നു. ഒരു ഇന്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 5 വർഷത്തെ ലീവ് എടുക്കുന്നത്. ലീവ് എടുത്തിട്ട് ഞാൻ UAE പോയി. അവിടെ എത്തി ഇന്റർവ്യൂവും അറ്റൻഡ് ചെയ്തു. നല്ലൊരു ജോലിയായിരുന്നു എനിക്ക് പറഞ്ഞിരുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അവർ വിളിക്കാമെന്നും പറഞ്ഞിരുന്നു. കുറച്ചു നാള് കഴിഞ്ഞിട്ടും വിളിയൊന്നും വന്നില്ല. വിസിറ്റിംഗ് വിസയുടെ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരികെ വന്നു. വീട്ടിലെത്തി 6 മാസം കഴിഞ്ഞ് ഞാൻ വിളിക്കുമ്പോഴും അവരെനിക്ക് പ്രതീക്ഷ തന്നുകൊണ്ടേയിരുന്നു. പിന്നീട് അത് നടക്കുന്ന സ്വപ്നമല്ല എന്ന് എനിക്ക് പതിയെ മനസ്സിലായി തുടങ്ങി. ആ സമയം മുഴുവന് ഞാൻ ലോക്കായിരുന്ന പോലെയാണ്, വേറെ ഒന്നും ചെയ്തിരുന്നില്ല. അങ്ങനെ തിരിച്ച് ജോലിയിൽ കയറണോ അതോ എന്റെ കലാപരമായിട്ടുള്ള വാസനകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ എന്ന് ഞാൻ കുറെ ആലോചിച്ചു. അവിടെ വെച്ചിട്ടാണ് ഞാൻ ബുക്ക് എഴുതുന്നത്.
ബുക്കിന്റെ പണിപ്പുരയിലേക്കും പോകുന്നത്. ഇതിനിടയിലാണ് എനിക്ക് ബിഗ് ബോസിന്റെ ഓഡിഷൻ വന്നത്. അതായത് കഴിഞ്ഞ സീസണിന്റെ ഓഡിഷൻ. നിർഭാഗ്യവശാൽ എനിക്ക് അതിൽ കിട്ടിയില്ല. എന്റെ ഫ്രണ്ട് റെഫർ ചെയ്തിരുന്ന ജോലി ആയതുകൊണ്ട് ഓൾമോസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പ് തോന്നിയിട്ടാണ് 5 വർഷം ലീവ് എടുത്തത്. 99% ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ഇത് ചെയ്യില്ലല്ലോ. ബിഗ് ബോസിന്റെ മുൻ വർഷത്തെ ഓഡീഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചാൽ 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് വന്നു. ആ കോൺഫിഡൻസ് എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. എങ്കിലും ഞാൻ തീവ്രമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന അടുത്ത വർഷം എനിക്കായി കിട്ടുമെന്ന്. ഇതിനിടയ്ക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്തു, കൃഷി ചെയ്തു. 24 മണിക്കൂറിൽ പകൽ മുഴുവനും ഞാൻ ബിസി ആയിരുന്നു. ബുക്കിന് വേണ്ടി ചിലപ്പോഴൊക്കെ ഉറങ്ങാത്ത രാത്രികൾ വരെ ഉണ്ടായിരുന്നു. പിന്നെയും ബിഗ് ബോസ് ഓഡിഷൻ എത്തി. ഭാഗ്യവശാൽ എനിക്ക് കോമണർ ആയിട്ട് കിട്ടി. ഇതായിരുന്നു അനീഷ് പറഞ്ഞത്. കോടന്നൂരുകാരനായിട്ടുള്ള അനീഷ് തന്റെ കോമണർ പവർ സ്ട്രാറ്റജിയും ഫെയർ ഗെയിമും ഉപയോഗിച്ചാണ് ജനലക്ഷങ്ങളുടെ ഹൃദയം കീഴടക്കിയത്. ഷോയുടെ തുടക്കം മുതൽ താൻ ഒരു സാധാരണക്കാരനാണെന്നും ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടമെന്ന് ആവർത്തിച്ചുകൊണ്ട് ഒരു ഏകാംഗ ആറ്റിറ്റ്യൂഡാണ് അനീഷ് പ്രകടിപ്പിച്ചത്. ആദ്യമൊക്കെ പറഞ്ഞ കാര്യം ആവർത്തിച്ച് പറഞ്ഞ് വെറുപ്പിച്ചിരുന്ന അനീഷ് പിന്നീട് ജനഹൃദയങ്ങളിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. എത്ര വഴക്കുണ്ടായാലും വാക്കുകൾ പോലും പരിധി വിടാതെ അനീഷ് സൂക്ഷിച്ചു. താൻ പറയുന്നതാണ് ശരിയെന്ന് ഉറച്ച ശബ്ദത്തിലൂടെ സംസാരവും ഉറച്ച ശബ്ദത്തിൽ താൻ പറയുന്നതാണ് ശരിയെന്നുള്ള ബോധത്തിൽ എന്നുള്ള സ്ഥിരം രീതിയും കാഴ്ചക്കാർക്കിടയിൽ അത് ചർച്ചയായി. അതുമാത്രവുമല്ല, ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള മൊട്ടയടിക്കൽ ടാസ്കിലെ ബ്രില്യൻസ് ഈ സീസണിലെ മികച്ച ഗെയിം മൂവുകളിൽ ഒന്നായിരുന്നു. ഒരു ഘട്ടത്തിൽ സഹ മത്സരാർത്ഥിയായിട്ടുള്ള ഷാനവാസുമായിട്ട് രൂപീകരിച്ച ആ ഒരു സൗഹൃദം ഗെയിമിനെ ബാധിച്ചെങ്കിലും പെട്ടെന്ന് തന്നെ സ്വന്തം ഗെയിമിലേക്ക് മടങ്ങാൻ അനീഷിന് കഴിഞ്ഞു. ബിഗ് ബോസ് സീസൺ 7 ഒരൊറ്റ ഗ്രൂപ്പിലും ചേരാതെ കളിച്ച ഏക മത്സരാർത്ഥിയായിരുന്നു അദ്ദേഹം. അവസാന ആഴ്ചകളിലെ പ്രണയം പറയുന്നതും അത് മര്യാദയോടെ അവസാനിപ്പിച്ചതും പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വാധീനം ചെലുത്തി. എന്നാൽ റീ എൻട്രി വന്ന മുൻ മത്സരാർത്ഥികൾ ഇതേ വിഷയത്തിൽ അനുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അനീഷ് പ്രതികരിക്കാതിരുന്നത് വിമർശനങ്ങൾക്ക് കാരണമായി. ഈ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് കപ്പ് നഷ്ടമായതെന്ന് വരെ പുറത്തു പറയുന്നുണ്ട്. ഒരു സാധാരണക്കാരനായി എത്തി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന അനീഷ് ബിഗ് ബോസ് ചരിത്രത്തിൽ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന ഒരു മത്സരാർത്ഥിയായി തന്നെ മാറുമെന്നുള്ള വിലയിരുത്തുന്നുണ്ട്.